പെൻഷൻ പണം ചെലവാക്കിയതിന്റെ വിരോധത്തിൽ വയോധികയെ തലയ്ക്ക് വെട്ടി കൊലപ്പെടുത്തി. കൊട്ടാരക്കര ചിരട്ടക്കോണം സ്വദേശിനി ഓമനയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് 78 വയസ്സുള്ള കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 6 മണിയോടെയായിരുന്നു സംഭവം. ഓമനയമ്മയും കുട്ടപ്പനും കിടന്നിരുന്ന മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് മകളും മരുമകനും ഏറെ നേരം തട്ടി വിളിച്ചിരുന്നു. ഒടുവിൽ വാതിൽ തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്ന ഓമനയമ്മയുടെ മൃതശരീരം കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി കുട്ടപ്പനെ കസ്റ്റഡിയിലെടുത്തു. വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു 4 ഇഞ്ചിൽ പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ്. റൂമിനകത്ത് തന്നെ വെട്ട് കത്തി കിടപ്പുണ്ട്, ഒരു ചെറിയ പിച്ചാത്തി കിടപ്പുണ്ട്. അങ്ങനെ വളരെ നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത്. ഈ അമ്മച്ചി ഈ നാടിന് തന്നെ നല്ല ഒരു ഭവ്യതയോടുകൂടി ജീവിക്കുന്ന, സ്നേഹത്തോടുകൂടി എല്ലാവരെയും ആത്മാർത്ഥയോട് കാണുന്ന ഒരു അമ്മച്ചിയാണ്. ഓമനയമ്മയുടെ മൃതശരീരത്തിൽ കഴുത്തിന് പിൻഭാഗത്തും തലയിലും ആഴത്തിൽ വെട്ടേറ്റ മുറിപ്പാടുണ്ട്. കൃത്യത്തിന് ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന വെട്ടുകത്തിയും മുറിക്കുള്ളിൽ നിന്നും കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ കുട്ടപ്പൻ കുറ്റം സമ്മതിച്ചു. കശുവണ്ടി തൊഴിലാളിയായിരുന്ന ഓമനയമ്മ വിരമിച്ചപ്പോൾ കിട്ടിയ പണം പലിശയ്ക്ക് കൊടുത്തതിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കുട്ടപ്പൻ പോലീസിന് മൊഴി നൽകി. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് മലയാളം, കൊല്ലം.